ഗുഡ് മോർണിംഗ് എവരിവൺ പ്രൈസ് ഗോഡ്. ഗുഡ് മോർണിംഗ് എവരിവൺ പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കറിയാം ഇത് അവസാനത്തെ കാലമാണ് അല്ലെ. യേശുക്രിസ്തുവിന്റെ വരവ് അടുത്തിരിക്കുന്നു. ജഡ്ജ്മെന്റ് സമയം അടുത്തിരിക്കുന്നു. ഏത് സമയത്ത് വേണമെങ്കിലും അല്ലെ ദൈവം വരാം. യേശുക്രിസ്തു വരാം. സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം എത്രമാത്രം ഇരുട്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. എന്താ പറയുക, നോവേന്റെ കാലം പോലെ ആയിരിക്കും എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം നോവേന്റെ കാലത്ത് അല്ലെ ഉണ്ടായിരുന്ന സമൂഹത്തിന്റെ വെറിക്കൂത്തുകളെ പറ്റി നമുക്കറിയാം. അതോടൊപ്പം തന്നെ നെഫലിംസും ഒക്കെ ഉണ്ടായിരുന്ന സമയമാണ്. റീസെന്റ് ആയിട്ട് അമേരിക്കൻ ഗവൺമെന്റ് UFO അല്ലെ അതിന്റെ ഫയലുകൾ ഒക്കെ റിലീസ് ചെയ്തിരിക്കുന്നൊക്കെ. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന അവസാനത്തെ കാലത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവസാനത്തെ കാലത്തെ പറ്റി സമൂഹത്തിലുണ്ടാകുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടും എന്നും അല്ലെ, അത് ഇരുട്ട് ഭയങ്കര അധികം കൂടുമെന്ന് പറയുന്നതോടൊപ്പം തന്നെ ദൈവം വേറൊരു കാര്യം കൂടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു റിവൈവൽ അല്ലെ, എൻഡ് ടൈം റിവൈവൽ സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുക. അന്ത്യകാല അഭിഷേകത്തിന്റെ സമയമാണെന്ന് പറഞ്ഞിരിക്കുക അല്ലെ. ദൈവത്തിന്റെ മക്കൾ ഒരുപാട് കൂടും എന്ന് ദൈവം പറഞ്ഞിരിക്കും. അങ്ങനെയാവുമ്പോൾ നമ്മൾക്ക് ആ എൻഡ് ടൈം റിവൈവലിന്റെ പാട്ടാകെ തന്നെ വേണം അല്ലെ. നമ്മൾക്ക് ദൈവത്തിന്റെ ഒപ്പം നടക്കുന്നവരായിരിക്കും തന്നെ ചെയ്യണം. അപ്പൊ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന അവസാനത്തെ കാലത്തെ റിവൈവൽ ആകുമ്പോൾ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിയുന്ന സമയം വരുന്നു അല്ലെ. അപ്പം തന്റെ വരവിന് മുമ്പായിട്ട് എലൈജയെ ലോകത്തിലേക്ക് വിടുന്ന ദൈവം പറഞ്ഞിരിക്കും. അപ്പോൾ ആ എലൈജ എന്ന് പറയുമ്പോൾ എലൈജന്റെ സ്പിരിറ്റിലും പവറിലും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ജോൺ ദ ബാപ്റ്റിസ്റ്റ്. എലൈജ അല്ലെ ദൈവത്തിന്റെ വരവിനായിട്ട്, യേശുക്രിസ്തുവിന്റെ വരവിനായിട്ട്, ആദ്യത്തെ വരവിനായിട്ട് വഴിയൊരുക്കി എലൈജ. ഇപ്പൊ നമ്മളെയാണ് ദൈവം ആക്കി വെച്ചിരിക്കുന്നത് അല്ലെ, ദൈവത്തിന്റെ രണ്ടാമത്തെ വരവിനായിട്ട് വഴിയൊരുക്കുന്നതിന് വേണ്ടി. അപ്പോൾ നമുക്കിന്ന് അവസാനത്തെ കാലത്തെ റിവൈവൽ ദൈവം പറഞ്ഞിരിക്കുന്നതിനെ പറ്റി നമുക്ക് സംസാരിക്കും. അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. മലാഖയിൽ നിന്ന് നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. കർത്താവ് സമയത്ത് നന്ദി പറയും. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മജസ്റ്റിക് കിങ്. അങ്ങനെ പോലെ ഒരു ദൈവമില്ല കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. മൈറ്റി ആർ യുവർ വേസ് കർത്താവ്. താങ്ക് യു സോ മച്ച്. ഞങ്ങളോട് സംസാരിക്കാൻ നന്ദി പറഞ്ഞു. ഞങ്ങളുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു. കണ്ണുകൾ തുറക്കണം അപേക്ഷിക്കുന്നു. അങ്ങയുടെ കർത്താവ് എൻ്റെ റിവൈവലിന്റെ പാട്ടാൻ വേണ്ടി ഞങ്ങൾക്ക് അനുഗ്രഹം തന്നതിനായിട്ട്, ഞങ്ങൾക്ക് കൃപ തന്നതിനായിട്ട്, ഞങ്ങൾ വഴിയും ഈ ലോകത്തിലേക്ക് റിവൈവൽ കൊണ്ടുവരും എന്നുള്ളതിനായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ കയ്യിലുള്ള ഉപകരണങ്ങളായിട്ട് ജീവിക്കാൻ പറ്റുന്നുള്ള ഏറ്റവും വലിയ നേട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ. അതിനായിട്ട് നന്ദി പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. അപ്പൊ നമുക്കിന്ന് മലാഖിക്കകത്തേക്ക് പോകും. മാലക്കായ് എന്ന് പറയും. അതിന്റെ അവസാനത്തെ ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്ററിന്റെ 5ഉം 6ഉം വാക്കുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മലാഖിന്റെ 4ാമത്തെ ചാപ്റ്ററിന്റെ 5ഉം 6ഉം വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളോട് ഏലിയാ പ്രവാചകനെ അയക്കും. ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. ഞാൻ വന്നു ഭൂമിയെ ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിനു അവൻ അപ്പന്മാരുടെ ഹൃദയവും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. അപ്പോ ഇതേപോലെ തന്നെ ലൂക്കോസിൽ എഴുതിയിട്ടുണ്ട്. ലൂക്കോസിന് 1 പോകുമ്പോൾ 17ാമത്തെ വാക്ക് ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസ് 1:17 ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്ക് വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചും കൊണ്ട് ഒരുക്കമുള്ളൊരു ജനതയെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി എലിയാവിന്റെ ആത്മാവിനോടും ശക്തിയോടും കൂടെ നടക്കും. അപ്പൊ ഇത് സക്കറിയായോട് ഗബ്രിയേൽ പറയുന്ന കാര്യമാണ് അല്ലെ. ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാം യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നു, ഇത് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഏലിയാവിന്റെ ആത്മാവും ശക്തിയുമായിട്ട് വന്ന ആളാണ് എന്ന് പറഞ്ഞിരിക്കും. ആത്മാവിനാലും ഏലിയാവിന്റെ ആത്മാവും ശക്തിയോടും കൂടെ നടക്കുന്നവനാണ് എന്ന് ജോൺ ദ ബാപ്റ്റിസ്റ്റ് തന്നെയാണ് അത് എന്നുള്ള കാര്യം യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ മലാഖിക്കകത്തും പറഞ്ഞിരിക്കുന്ന കാര്യവും ദൈവത്തിന്റെ ആ നാള് വരുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുക. അപ്പോൾ മലാഖിയെ പറ്റി ചെറുതായിട്ട് പറയുവാണെങ്കിൽ നമുക്കറിയാം ബാബിലോണിൽ നിന്ന് ഇസ്രായേൽ മക്കൾ കുറേയധികം പേര് തിരിച്ചു വന്നു. മിക്കവാറും തന്നെ ആൾക്കാർ തിരിച്ചു വന്നില്ല. അവരവിടെയൊക്കെ തന്നെ കൂടിയല്ല. അപ്പൊ സെറുബാബേലിന്റെ കാലം തൊട്ടിക്ക് വരുമ്പോൾ രണ്ടാമത്തെ ടെമ്പിൾ പണിയാൻ വേണ്ടി തന്നെ ഒരു ഗ്യാപ്പ് വന്നു.
ആം, ഈ, പിന്നെ അതിനുശേഷം രണ്ടാമത്തെ ടെമ്പിള് പണിത് ഹാഗായി വഴിയും പിന്നെ സെക്കറിയ വഴിയെല്ലാം ദൈവം പ്രവചനം കൊടുക്കുന്നു. അപ്പൊ അതിനെല്ലാം ശേഷം നമുക്കൊരു സെറുബ്ബാബേലിന്റെ ജോഷുവന്റെ ഒക്കെ സമയത്ത് സെക്കൻഡ് ടെമ്പിളൊക്കെ പണിതതിന് ശേഷം പിന്നെ എസ്ര വരുന്ന സമയം അപ്പോൾ ഒരു 60 വർഷത്തെ ഗ്യാപ്പ് അല്ലെ, 60 വർഷത്തെ ഗ്യാപ്പ് അല്ല, 50 അല്ലെങ്കിൽ 60 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ എസ്രയും നെഹമ്യയും അവർ രണ്ടുപേരും ഒരേ സമയത്തുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ അങ്ങനെയാകുമ്പം ആം, ആ, അവര് വരുന്ന സമയപ്പോഴേക്കും പിന്നെയും ഇസ്രായേലിന്റെ ഒരു സിറ്റുവേഷൻ അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് സ്പിരിച്വലി ഡീഗ്രേഡഡ് ആയിപ്പോയിരിക്കും, സ്പിരിച്വലി അങ്ങ് മോശപ്പെട്ടു പോയ ഒരു അവസ്ഥ ആയിരുന്നു. അപ്പൊ നമുക്കറിയാം എസ്രയ്ക്കകത്തൊക്കെ ആം, എന്താ പറയുക, എസ്ര തന്നെ സ്ക്രൈബ് ആയിരുന്നല്ലോ, എസ്ര തന്നെ പറയുന്നുണ്ട് ഇസ്രായേലിലെ ആൾക്കാര് പിന്നെയും കെനാനിൽ നിന്ന് കല്യാണം കഴിച്ചതോടെ അവരുടെ മക്കളെയും ഭാര്യമാരെയും ഉപേക്ഷിച്ചോളെന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവരുടെ ഈ ഇങ്ങനത്തെ പ്രശ്നം കൊണ്ടാണ് ശരിക്കും പറഞ്ഞ ദൈവത്തിന് ആം, എന്താ പറയുക, ബാബിലോണിയൻസിനെയും അസറിയൻസിനെയും ഒക്കെ കൊണ്ട് ഇവരെ ഇൻവേഡ് ചെയ്യിപ്പിക്കേണ്ടി വന്നതിന്റെ കാര്യം തന്നെ ഇതാണ്. ഇവര് കനാനിലുള്ള ആളുകളെ കല്യാണം കഴിക്കുന്നു, ബാൽ വർഷിപ്പും കുഞ്ഞുങ്ങളെ ബലി കൊടുക്കലും, അങ്ങനെ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നു പോയിരുന്ന ഒരു രാജ്യമായിരുന്നു ഇസ്രായേലും ജൂഡയും അല്ലെ. അത് കഴിഞ്ഞ് അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. പിന്നെ ഇവർ ഇത് തന്നെ ഇവർ ചെയ്തു കൂട്ടുവാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് ഇവര് താഴ്ന്നു പോയിരിക്കും. അവര് എത്ര പഠിച്ചിട്ടും അങ്ങ് ശരിക്കും പറഞ്ഞാൽ എത്ര അനുഭവിച്ചിട്ടും പഠിക്കുന്നില്ല എന്നൊരു അവസ്ഥയിലേക്ക് വന്നിരിക്കും അല്ലെ. ദൈവത്തിന്റെ ടേബിൾ കണ്ടംപ്റ്റാളെന്ന് പറഞ്ഞ അവർക്ക് ദൈവത്തിന് കൊടുക്കേണ്ട ടൈറ്റ് കൊടുക്കുന്നില്ല. പിന്നെ കനാനിലുള്ള ആൾക്കാരെ കല്യാണം കഴിക്കുന്നു, ഡിവോഴ്സ് നടത്തുന്നു, അങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ മലാക്കി 1 തൊട്ട് 3 വരെ ചാപ്റ്റർ എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ദൈവം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുക, ഞാനൊരു പിതാവാണ്, ഞാനൊരു ഫാദർ ആണെങ്കിൽ ആ ഫാദറിന് കൊടുക്കേണ്ട ഒരു റെസ്പെക്ട് ഉണ്ടല്ലോ, ആ റെസ്പെക്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ അല്ലെ? നിങ്ങളുടെ ഒരു ഗവർണർക്കാണ് നിങ്ങൾ ഇങ്ങനെ തോന്നുന്ന രീതിയിൽ കാര്യം ചെയ്യുമ്പോൾ ആണെങ്കിൽ അല്ലെ, ഒരു സാക്രിഫൈസിനെ പറ്റി ദൈവം പറയാ, അവർക്ക് നല്ല ആടുകളെ കൊടുക്കാൻ ഇല്ലാഞ്ഞിട്ടല്ല, നല്ല മൃഗങ്ങളെ, ഊനമില്ലാത്ത മൃഗങ്ങളെ അവർക്ക് സാക്രിഫൈസ് ചെയ്യാൻ കുഴപ്പം ഉള്ളത് കൊണ്ടല്ല, അവർക്ക് ഇല്ലാത്തതുകൊണ്ടല്ല. പക്ഷെ അവരങ്ങനെയല്ല, പൊട്ടയാതിനെ ചീത്തയാതിനെ എല്ലാം കൊണ്ട് ദൈവത്തിന് മുമ്പിൽ വിടുന്നു, ദൈവത്തിന് സാക്രിഫൈസ് ആയിട്ട് കൊടുക്കുന്നു. നല്ല ഫലങ്ങൾ നല്ല വൃക്ഷങ്ങൾ അവര് കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല, എല്ലാം ചീത്തയായിട്ടുള്ളതെല്ലാം ദൈവത്തിന് കൊടുക്കുന്നു അല്ലെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വാതിലൊന്നും അടച്ചിരുന്നെങ്കിൽ, ഇവർ ഈ സാക്രിഫൈസുമായിട്ട് ഇങ്ങോട്ടൊന്നും വരാതിരുന്നെങ്കിൽ എന്നൊരവസ്ഥയിലേക്ക് ദൈവത്തെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവര് ഇങ്ങനെ വന്നിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തോടുള്ള റെസ്പെക്ട് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കും. എന്ന് വെച്ചാല് അത്രയധികം ഒരു ഒരു സ്പിരിച്വൽ ഡീഗ്രേഡഡ് ആയിട്ട് സ്പിരിച്വൽ ഒരു അവസ്ഥയിലേക്ക് ഇവര്, ഒരു നാശത്തിന്റെ അവസ്ഥയിലേക്ക് ഇവര് ആയിപ്പോയിരിക്കും അല്ലെ. അപ്പൊ അതെല്ലാം കഴിഞ്ഞ ശേഷം 3-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ദൈവം മെസ്സിയാനെ പറ്റി പറഞ്ഞിരിക്കും അല്ലെ, അലക്കുകാരന്റെ സോപ്പ് പോലെയാണ് അല്ലെ, അലക്കി വെളുപ്പിക്കാൻ ബ്ലീച്ച് പോലെയാണ് എന്നെല്ലാം ദൈവം യേശുക്രിസ്തുവിനെ പറ്റി പറയുക അല്ലെ. പറഞ്ഞതിന് ശേഷം ഇപ്പൊ ഇവിടെ പറയും ഒരു അതിനെല്ലാം ശേഷം പിന്നെ അവസാനത്തെ കാലഘട്ടത്തെ പറ്റി, ജഡ്ജ്മെന്റിന്റെ സമയത്തൊക്കെ പറ്റി പറഞ്ഞിട്ട് എന്താ പറയാ, ദൈവം ഇവിടെ പറയുക, യേശുവിന്റെ വരവിന് മുമ്പായിട്ട് ഒരു എന്താ പറയുക, ഒരു ദൂതനെ അയക്കുന്നു, ദൂതനല്ല, ഒരു മെസ്സഞ്ചർ അല്ലെ, മെസ്സഞ്ചർ ഇവിടെ അയക്കുക. യഹോവയുടെ വലത്തുകാരും ഭയങ്കരവുമായി നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയച്ചു തരും. ഏലിയാ പ്രവാചകനെ അയച്ചു തരും എന്ന് പറഞ്ഞിരിക്കുക അല്ലെ. അപ്പൊ ഏലിയാ പ്രവാചകൻ വന്നു കഴിയുമ്പോൾ എന്താ വരുന്നത്, കാര്യത്തെപ്പറ്റി പറഞ്ഞാൽ ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടത്, അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. അപ്പൊ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിച്ചു കഴിയുമ്പോഴേക്കും അപ്പൊ ദൈവം വന്ന് ശപിക്കത്തില്ലേ, സംഹാര സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കും അല്ലെ. ഇവിടെ 1-ാമത്തെ ചാപ്റ്റർ ലൂക്കോസിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്, അപ്പന്മാരുടെ ഹൃദയങ്ങൾ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിയിലേക്കും ബോധത്തിലേക്കും തിരിച്ചു കൊണ്ടു ഒരുക്കമുള്ള ഒരു ജനതയെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവിനും ശക്തിയോടും കൂടെ നടക്കും. ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ പറ്റി പറഞ്ഞിരിക്കും. അപ്പൊ നമുക്ക് ജോൺ ദ ബാപ്റ്റിസ്റ്റ് പ്രസംഗിച്ച കാര്യം റിപ്പൻഡൻസ് അല്ലെ, മാനസാന്തരപ്പെടും, മാനസാന്തരത്തിന് ഉതകുന്ന തരത്തിലുള്ള ഫലം കായ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ്, സർപ്പസന്ധികളെ, നിങ്ങൾക്ക് വരാനിരിക്കുന്ന ആ റാത്ത് അല്ലെ, ദൈവകോപത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ആര് പറഞ്ഞു അല്ലെ. അപ്പൊ നിങ്ങൾ മാനസാന്തരത്തിന് ചേരുന്ന തരത്തിലുള്ള ഫലം കായ്ക്കുന്ന വ്യക്തികളായിരിക്കുക എന്നിങ്ങനെ പറഞ്ഞിരിക്കുക. അപ്പം അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ ജോൺ ദ ബാപ്റ്റിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഇടയിൽ തന്നെ എന്നെക്കാൾ ശ്രേഷ്ഠനായിട്ട്
ഒരാളുണ്ട്. അവന്റെ ചെരുപ്പിന്റെ വാർപോലും അഴിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. എന്നെക്കാളും എത്രയോ മുമ്പായിട്ടുള്ളവൻ. ഞാൻ നിങ്ങളെ ബാപ്റ്റിസം ചെയ്യുന്നത് വെള്ളം കൊണ്ടാണെങ്കിൽ അവൻ നിങ്ങളെ ബാപ്റ്റിസം ചെയ്യാൻ പോകുന്ന സ്പിരിറ്റ് കൊണ്ടും ഫയർ കൊണ്ടാണ് അല്ലെ. അപ്പൊ അവിടെ യേശുവിനെ പറ്റിയാ പറയുന്നത്. യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് സ്പിരിറ്റ് കൊണ്ട് ഫയർ കൊണ്ട് ബാപ്റ്റിസം ചെയ്യുന്നതിനെ പറ്റി പറയുക. അപ്പൊ ഇവിടെ നമുക്കറിയാം ജോൺ ദ ബാപ്റ്റിസ്റ്റ് പ്രീച്ച് ചെയ്തുകൊണ്ടൊന്നും ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. ചിലരൊക്കെ വന്നു ബാപ്റ്റിസം എടുത്തു എന്നതിനേക്കാൾ ഉപരിയായിട്ട് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അല്ലെ. ജോൺ വലിയൊരു പ്രോഫറ്റ് ആയിരുന്നുള്ള കാര്യമൊക്കെ അവർക്ക് അറിയാമായിരുന്നു. ജോൺ പറഞ്ഞതുപോലെ തന്നെ വരാതിരിക്കുന്ന റാത്തിൽ നിന്ന് ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മാത്രം ബാപ്റ്റിസം എടുത്തവരാണ്. കാരണം നമുക്കറിയാം യേശുക്രിസ്തു ചെയ്തതുപോലെയുള്ള അത്ഭുതങ്ങളുടെ അടയാളങ്ങളൊന്നും ജോൺ ചെയ്തിട്ട് പോലും ഇല്ല. അത്രയധികം അത്ഭുതങ്ങൾ അടയാളങ്ങൾ യേശുക്രിസ്തു ചെയ്തിട്ടും കൂടെ രക്ഷിക്കപ്പെട്ടവരുടെ നമ്പർ വളരെ കുറവായിരുന്നു. യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചവരുടെയൊക്കെ നമ്പർ വളരെ കുറവായിരുന്നു. പക്ഷേ നമുക്കൊരു കാര്യം അറിയാം. ഇവിടെ ഇപ്പൊ മലക്കിൽ നമ്മൾ വായിച്ചിട്ട് ലൂക്കിന്റെ ഒന്നിലും പറഞ്ഞിരിക്കുന്ന അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്കും തിരിയുന്ന ഒരു സമയത്തെ പറ്റി പറഞ്ഞിരിക്കും. അപ്പൊ യേശു ക്രിസ്തുവിനെ പറ്റി നേരത്തെ ജോൺ പറഞ്ഞിരിക്കുന്ന പോലെ ഫയർ കൊണ്ടും ആത്മാവ് കൊണ്ടും അഭിഷേകം പെടുത്തും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് പെന്തക്കോസ്ത് ദിവസത്തേക്ക് പോകുമ്പം അപ്പോസ്തല പ്രവർത്തനം 2 പോകുമ്പോൾ കാണാൻ പറ്റും വലിയൊരു റെക്കൺസിലിയേഷൻ, ഒരു യൂണിറ്റി അവിടെ ഹാപ്പൻ ചെയ്യുന്നത് കാണാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാല് പെന്തക്കോസ്ത് ദിവസം വരുമ്പോഴേക്കും അല്ലെ ജോണും ജെയിംസും പീറ്ററും എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്ന 120 പേര് അപ്പർ റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഹോളി സ്പിരിറ്റ് ഗോഡ് രാവിലെ തന്നെ അല്ലെ 9 മണി നേരത്ത് ആ സമയത്ത് വന്നല്ലേ പറഞ്ഞു. അപ്പൊ ഒരു എന്ന് വെച്ചാല് പീറ്റർ എഴുന്നേറ്റ് സംസാരിക്കില്ല. അപ്പൊ പറയുന്നുണ്ടല്ലോ ഇത് ഗലീലി പുരുഷന്മാർ ഇവന്മാര് കള്ളു കുടിച്ചിട്ടാണെന്ന് പറയുമ്പോ രാവിലെ തന്നെ ഡ്രിങ്ക് അടിച്ചിട്ടാന്ന് പറയുമ്പോ ഇല്ല ഇത് 9 മണി രാവിലെ നേരമല്ലേ ആയുള്ളൂ അല്ലേ എന്ന് പീറ്റർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാകുമ്പോ രാവിലെ അല്ലെ ഹോളി സ്പിരിറ്റ് ഗോഡ് വന്ന് ഫില്ല് ചെയ്തതിനു ശേഷം നമുക്കറിയാം പീറ്ററും പിന്നെ ബാക്കിയുള്ള 10 പേരും കൂടി എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുകയാണ് അല്ലെ. യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നു, യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ പറ്റി പറയുന്നു. അങ്ങനെയെല്ലാം പറഞ്ഞു കഴിയുമ്പോഴേക്കും ആൾക്കാരുടെ ഹൃദയം എന്താ പറയുക മാനസാന്തരത്തിലേക്ക് വരിക, കട്ട് കിട്ടിയ പോലെ അവരുടെ ഹൃദയത്തിൽ അങ്ങനെ അവർക്ക് തോന്നുന്നത്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം സഹോദരന്മാരെ എന്ന് ചോദിക്കുമ്പോൾ ബാപ്റ്റിസം എടുക്കുന്ന യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുന്നത്. അപ്പൊ അന്ന് 3000 പേരോളം രക്ഷിക്കപ്പെടുക. അന്നത്തെ സമയത്ത് അവിടെ 16 രാജ്യത്തു നിന്നുള്ള ജൂതന്മാരുണ്ടായിരുന്നു. അവിടെ 16 രാജ്യത്തു നിന്ന് ജൂതന്മാർ അല്ലെ. പല ജൂതന്മാരാണെങ്കിൽ പോലും പലരും പല രാജ്യത്തും അതിന്റെ കൾച്ചറും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇവർക്ക് കോമൺ ആയിട്ടുള്ള ഇവരുടെ ട്രഡീഷൻസ് ഒക്കെ ഉണ്ട്, അത് വാസ്തവം. പക്ഷെ എന്നാലും ഡിഫറൻസ് ഉണ്ടാവുമല്ലോ അല്ലെ. മനുഷ്യരുടെ ജീവിത ശൈലിക്ക് കുറച്ചെങ്കിലൊക്കെ വ്യത്യാസം വരുള്ളൂ. കാരണം ഇവർ പല സ്ഥലത്തു നിന്നും ഒരാളുണ്ട്. അപ്പൊ ആ നാടിന്റെയൊക്കെ ഒരു കൾച്ചറൊക്കെ വരുമല്ലോ ഇവർക്ക്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ നമുക്കറിയാം അന്ന് 3000 പേരോളം രക്ഷിക്കപ്പെടുന്നു. അതിനുശേഷം നമ്മൾ കാണുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഒരുമനപ്പെട്ടുകൊണ്ട് ഇവർക്ക് ഒരു യൂണിറ്റി ഒക്കെ വന്നതിന് ശേഷം ഇവര് എന്താ പറയുക തങ്ങൾക്കുള്ള വസ്തുവകകളെല്ലാം വിട്ടിട്ട് അങ്ങോട്ട് പരസ്പരം കൊടുക്കുന്നു, സഹായിക്കുന്നു അല്ലെ. വളരെയധികം യൂണിറ്റി ഇവരുടെ ഇടയിൽ വരുന്നു. അപ്പൊ ആ യൂണിറ്റി വരാനുള്ള കാര്യം എന്താ? അന്ന് ഹോളി സ്പിരിറ്റ് ഗോഡ് വന്ന് ഇവരെ ടച്ച് ചെയ്യുന്നു അല്ലെ. അപ്പോ ആ ഒരു അതിനെപ്പറ്റിയാണ് ഇവിടെ മലക്കകത്ത് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ലൂക്കോസിന്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം ഇതപ്പോ അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്ക് മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്ക് വരും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്ക് മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്ക് എന്ന് പറയുമ്പോൾ ഓക്കെ, ഒന്നാമത്തെ കാര്യം നമുക്ക് എടുക്കാൻ പറ്റും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന റിവൈലിനെ പറ്റി എടുക്കാൻ പറ്റും. പിന്നെ അപ്പന്മാര് എന്ന് പറയുമ്പോൾ അത് ഒന്ന് വിചാരിച്ചു ലീഡേഴ്സ് ആണെന്ന് വിചാരിച്ചു നോക്കി അല്ലെ. ലീഡേഴ്സിനെ പറ്റിയാ പറയുന്നത് എന്ന് വിചാരിച്ചു നോക്കിയോ. ഇസ്രായേലിന്റെ മക്കളെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കറിയാം. അവരുടെ ഷെപ്പേർഡുമാര്, അവരുടെ എന്താ പറയാ ആട്ടിടയന്മാര് ആടുകളായിരിക്കുന്ന ജനതയെ അവർ നേരെ ചൊവ്വേ നോക്കുന്നില്ലെന്ന് എസെക്കിയേലിന്റെ അകത്ത് ജെറമ്യാക്കകത്ത് എല്ലാം ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അവര് ആട്ടിടയന്മാർ നേരെ ചൊവ്വയുള്ളവരില്ല, ആടുകൾ അവർ വഴിതെറ്റിച്ച് കളയുമെന്നുള്ളത് അല്ലെ. അപ്പൊ നമുക്കറിയാം റിവൈവ് വന്നതിന് ശേഷം പോള് പോലെയൊക്കെ ഉള്ള ആടുകളും അല്ലെങ്കിൽ ആടുകളല്ല ആട്ടിടയന്മാരും അല്ലെ പലരും പീറ്ററും അങ്ങനെ പലരും എന്താ പറയാ സ്പിരിറ്റ് ഫിൽഡ് ആയിട്ടുള്ളവരായിട്ട് എഴുന്നേറ്റുകൊണ്ട് ദൈവത്തിന്റെ മക്കളെ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത്.
നിക്കോഡമസിനെ പോലെയുള്ള ഫാരിസീസ് എല്ലാം എന്താ പറയാ അവര് രക്ഷിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അങ്ങനെ പലരും രക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥ നമുക്ക് പല ലീഡേഴ്സും രക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്കും വന്നിരിക്കുന്നു, ചാഞ്ഞു അല്ലെങ്കിൽ തിരിഞ്ഞു എന്ന് പറഞ്ഞതിന് അത് ഉദാഹരണം. പിന്നെ അടുത്ത കാര്യം പറയുവാണെങ്കിൽ ഇസ്രയേലും ജെന്റൈൽസും തമ്മിൽ അല്ലെ, നമുക്കറിയാം എഫേസ്യർ ലേഖനത്തിൽ 2-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു കാലത്ത് നമ്മൾ അൺസർക്കംസിഷൻ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ജെന്റൈൽസ്. അപ്പൊ പരിച്ഛേദനം ഏറ്റിട്ടില്ലായിരുന്ന വ്യക്തികൾ, ദൈവം ജീവിതത്തിൽ ഉണ്ടാകാതിരുന്ന വ്യക്തികൾ അല്ലെ, ദൈവത്തിന് ഏലിയനേറ്റഡ് ആയി പോയിരുന്ന വ്യക്തികളായിരുന്നു, ദൂരത്തായിരുന്ന നമ്മൾ അല്ലെ, ദൈവത്തിൽ നിന്നും യേശുക്രിസ്തു ഇല്ലായിരുന്ന വ്യക്തികൾ, നമ്മൾ ദൈവത്തിന്റെ രക്തത്താൽ വാഷ് ചെയ്യപ്പെടാതിരുന്ന വ്യക്തികൾ അല്ലെ, നമ്മളുടെക്കും ജൂതന്മാരുടെക്കും ഇടയ്ക്ക് ശത്രുതയുടെ അല്ലെ ഒരു കോട്ട തന്നെ ഉണ്ടായിരുന്നു, ഒരു വോൾ ഓഫ് ഹോസ്റ്റിലിറ്റി തന്നെ നമ്മൾക്ക് ഇടയിലുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ മരണം വഴി നമ്മളെ രണ്ടായിട്ട് നിന്നിരുന്ന ആൾക്കാരെ ഒന്നാക്കി തീർത്തിരിക്കുക ഇപ്പൊ ദൈവം ചെയ്തിരിക്കുന്നു. ഒരേ സ്പിരിറ്റ് വഴി, ഹോൾ സ്പിരിറ്റ് ഗോഡ് തന്നെ വഴി നമുക്ക് പിതാവിലേക്ക്, നമുക്ക് പിതാവില് അക്സെപ്റ്റൻസ് ഉണ്ട്, പിതാവിനെ നമുക്ക് എന്താ പറയുക അപ്രോച്ച് ചെയ്യാനും സാധിക്കും ഒരേ സ്പിരിറ്റ് വഴി അല്ലെ. അതാണ് നടന്നിരിക്കുന്നത്. അപ്പൊ അവിടെ ഇപ്പൊ പിതാക്കന്മാർ എന്ന് പറയുമ്പോൾ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്ക്, മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്ക് വരും എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ പറയണ, ഇസ്രായേൽ ഗൃഹം നമുക്കുമുള്ളതാണ്. എബ്രഹാമിന്റെ മക്കൾ നമ്മൾ, യേശുവിലുള്ള സ്നേഹം, യേശുവിലുള്ള വിശ്വാസം കാരണം എബ്രഹാമിന്റെ സന്തതികളും നമ്മൾ. എല്ലാ ജൂതന്മാരല്ല. റോമക്കാരുടെ ലേഖനത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് എല്ലാ ജൂതന്മാരല്ല അല്ലെ. ഹൃദയത്തില് എന്താ പറയുക പരിച്ഛേദനം ഏറ്റിരിക്കുന്നവർ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ജൂതൻ അല്ലെ. എബ്രഹാം എന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്നവരുടെയും യേശുവിൽ വിശ്വസിക്കുന്ന ജെന്റൈൽസിന്റെയും യേശുവിൽ വിശ്വസിക്കുന്ന ജൂതന്മാരുടെയും പിതാവാണ്. സർക്കംസിഷൻ എടുത്തവരുടെയും പിതാവാണ്, സർക്കംസിഷൻ എടുക്കാതിരിക്കുന്നവരുടെയും. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവരുടെ പിതാവാണ് എബ്രഹാം. അപ്പൊ അങ്ങനെയാകുമ്പോ എബ്രഹാമിന്റെ സന്തതികളാണ് നമ്മൾ അല്ലെ. അപ്പൊ എബ്രഹാമിന്റെ ഗൃഹമയക്കുന്ന ഇസ്രയേലും ജാതികളായിരുന്നു നമ്മൾ അല്ലെ. മക്കളായിട്ട് നമ്മളെ പറ്റി പറയുവാണെങ്കിൽ അവരും നമ്മൾ റെക്കൺസിലിയേഷൻ അല്ലെ, അത് നടന്നിരിക്കുന്നു ഹോളി സ്പിരിറ്റ് ഗോഡ് വഴി. അപ്പൊ പിന്നെ നമുക്കറിയാം യേശു തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ലൂക്കോസിന്റെ 12 പോകുമ്പോൾ 49-53 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴോ കത്തിയെങ്കിൽ കൊള്ളാമേൻ എന്നല്ലാതെ ഞാൻ മറ്റൊന്ന് ഇച്ഛിക്കേണ്ടു അല്ലെ. ഭൂമിയിൽ തീയിടാൻ വേണ്ടി വന്നിരിക്കുന്നു എന്ന് വെച്ചാൽ ഭൂമിയെ കരിച്ചു കളയാൻ വേണ്ടിയല്ല, ഇപ്പോഴും അത് വന്നിരുന്നത് ഇതിനെ കത്തിച്ച് നശിപ്പിച്ചാനെ, കാരണം ഇവരുടെ കയ്യിലിരിപ്പ് അതാണ്. അങ്ങനെയല്ലേ യേശുക്രിസ്തു പറയുന്നത്, ഭൂമിയിൽ തീ കൊണ്ട് അഭിഷേകം ചെയ്യാൻ വന്നിരിക്കുന്നത്, അത് ഇപ്പോഴേ നടന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് യേശുക്രിസ്തുവിന്റെ അറിയാം ഹോളി സ്പിരിറ്റ് ഗോഡ് വരുമ്പോ യേശുക്രിസ്തു ലിമിറ്റഡ് ആയിരുന്നല്ലോ അല്ലെ. ജെറുസലേമിൽ അല്ലെങ്കിൽ ഗലീലയിൽ ലിമിറ്റഡ് ആയിരുന്നു, ഇസ്രായേലിൽ ലിമിറ്റഡ് ആയിരുന്ന യേശു അത് സാധ്യമാകുന്ന അന്ന് യേശു ലിമിറ്റഡ് ഫോമിൽ നിന്നുകൊണ്ട് ചെയ്ത വർക്കിനേക്കാളും വളരെയധികം ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്നൊക്കെ രീതിയിൽ അല്ലെ, ഗോസ്പിൾ ഗുഡ് ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുണ ആൾക്കാർ മനസ്സിലാക്കുകയും ദൈവത്തിലേക്ക് കൊണ്ടുവരികയും ഹൃദയങ്ങളെ പരസ്പരം സ്നേഹത്തലാക്കുകയും ചെയ്യണമെങ്കിൽ യേശു ഈ ലോകത്തിൽ നിന്ന് പോവുകയും ഹോളി സ്പിരിറ്റ് ഗോഡ് ലോകത്തിലേക്ക് വരികയും ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം യേശുക്രിസ്തുവിന് അറിയാം അല്ലെ. ഫയർ കൊണ്ടുള്ള അഭിഷേകം, തീ കൊണ്ടുള്ള അഭിഷേകം ലോകത്തിൽ അല്ലെ വിശ്വസിക്കുന്നവരിൽ നടന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ലോകത്തിന്റെ മക്കളെയും കൂടെ ദൈവത്തിലേക്ക് യേശുക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അല്ലെ. ദൈവത്തിന് അറിയാമല്ലോ. അതുകൊണ്ടാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, ഇത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമേ എന്നല്ലാതെ ഞാൻ മറ്റൊന്നും ഇച്ഛിക്കുന്നില്ല, എങ്കിലും എനിക്ക് സ്നാനമേക്കാനുണ്ട്, അത് കഴിയുവോളം ഞാൻ എത്ര ഞെരങ്ങുന്നു എന്ന് വെച്ചാൽ തന്റെ സഹനം അല്ലെ, തനിക്ക് സഹനമുണ്ട്, ആ സഹനത്തിൽ കൂടി മാത്രമേ ഉള്ളൂ ഈ ഹോളി സ്പിരിറ്റ് ഗോഡും ബാപ്റ്റിസം എല്ലാം നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കുക. പിന്നെ പറഞ്ഞിരിക്കുക, ഭൂമിയിൽ സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നു അല്ല, ചിത്രം വരുത്തുവാൻ ഞാൻ അത്ര എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനിമേൽ ഒരു വീട്ടിൽ മൂവരോട് ഇരുവരും ഇങ്ങനെ 5 പേർ തമ്മിലും ചിത്രിച്ചിരിക്കുന്നു, അപ്പൻ മകനോടും മകൻ അപ്പനോടും അമ്മ മക്കളോടും മകൾ അമ്മയോടും അമ്മായിയമ്മ മരുമക്കളോടും മരുമകളോടും മരുമകൾ അമ്മായിയമ്മയോടും ചിത്രിച്ചിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ട് വീട്ടിലുള്ളവർ തമ്മിൽ ബഹളമാം. എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചുപേര് വീട്ടില് വിശ്വസിക്കുന്നവരായിരിക്കും,
കുറെയുള്ളവർ വിശ്വസിക്കാതിരിക്കുന്നവരായിരിക്കും. അപ്പൊ അങ്ങനെ ബഹളം ഉണ്ടാകുന്നു. പക്ഷേ ഇതിന്റെ അതിലും കൂടെ ദൈവം പറഞ്ഞിരിക്കുക, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഫയർ വരുമ്പോ, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ അഭിഷേകം എന്നോട് വരുമ്പോ എത്ര കല്ലുപോലുള്ള ഹൃദയത്തെയും അല്ലെ മനുഷ്യന്റെ ഹൃദയമാക്കി മാറ്റാൻ, മാംസം കൊണ്ടുള്ള ഹൃദയമാക്കി മാറ്റാൻ സാധിക്കുന്നതിന് ഹോളി സ്പിരിറ്റ് ഗോഡ്. അങ്ങനെയാകുമ്പോ അവിടെ മാറ്റങ്ങൾ വരുന്നു അല്ലെ. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുക, മലക്കില് പറഞ്ഞിരിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭൂമിയിൽ വരാനുള്ള വലിയൊരു റിവൈവൽ, അതായത് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുക ഇതിനേക്കാളും കൂടുതലേക്ക് റിവൈവൽ വരാൻ പോകുന്നത്. ഇനി വരും കാലങ്ങളിലേക്ക് നോക്കിക്കോ, ഒരുപാട് ആൾക്കാർ യേശുവിലേക്ക് വരിക തന്നെ ചെയ്യും. ഒരുപാട് ആൾക്കാർ റിവൈവൽ അല്ലെ, റിവൈവലിന്റെ പാത്രമായിട്ട് യേശുവിലേക്ക് വരിക തന്നെ ചെയ്യും. അതേ സമയത്ത് ലോകത്തിന്റെ ഇരുട്ട് അത് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ റിവൈവൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഓട്ടോമാറ്റിക്കലി നമുക്ക് അല്ലത്തെ നമുക്കൊരു കാര്യം അറിയാം, ഈ റിവൈവലുകളെല്ലാം എന്താ പറയുക, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്ക്, മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്ക് തിരിയുന്നു, ചുറ്റോടി എല്ലാവരും ഒരുമനപ്പെട്ടുകൊണ്ട് വരുന്നു. അതൊക്കെ വാസ്തവം, അതൊക്കെ ഫിസിക്കൽ നടക്കുന്ന കാര്യം. പക്ഷെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹൃദയം പിതാവിലേക്ക് വരുന്നു അല്ലെ. നമ്മളുടെ ഹൃദയം നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിലേക്ക് ടേൺ ചെയ്ത് നമ്മള് നഷ്ടപ്പെട്ടു പോയിരുന്ന കുഞ്ഞാടുകളെല്ലാം ദൈവത്തിലേക്ക് തിരിച്ചു വന്നു, യേശുക്രിസ്തുവിലേക്ക് വരുന്നു. അതാണ് ഏറ്റവും വലിയൊരു ഒരു റിവൈവൽ എന്ന് പറഞ്ഞാൽ. അതാണ് റിവൈവൽ, റിയൽ ആയിട്ട് റിവൈവൽ. നമ്മള് ഫിസിക്കലി ഈ ഫിസിക്കൽ ലോകത്ത് വെച്ച് പ്രശ്നങ്ങളൊക്കെ മാറുന്നു, നമുക്ക് ഒരുമയുണ്ടാകുന്നു, അതൊക്കെ വാസ്തവം, അതൊക്കെ നല്ല കാര്യം. പക്ഷെ അതെല്ലാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ റിവൈവലിന്റെ ഫലമായിട്ട് വരുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ദൈവം എന്നും പറയുന്ന കാര്യമാണ്, ഞാൻ നിങ്ങളുടെ പിതാവാണ്, ഞാൻ നിങ്ങളുടെ പിതാവാണ് അല്ലെ. നിങ്ങളെ ഞാൻ ഒരിക്കലും ഓർഫനാക്കി വിടാൻ സമ്മതിക്കത്തില്ല അല്ലെ. ഞാൻ ഹോളി സ്പിരിറ്റ് ഗോഡിന് വരും, ഞാൻ പെട്ടെന്ന് തിരിച്ചു വരും, ഞാൻ എന്താ പറയാ, ഫാദർ ഓഫ് ദ ഫാദർലെസ്, ഡിഫൻഡർ ഓഫ് വിഡോ എന്നൊക്കെ ദൈവം പറഞ്ഞിരിക്കും. ഞാൻ പിതാവാണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തില് ഇപ്പൊ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്, ഓർഫൻ സ്പിരിറ്റ് എന്ന് പറയും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യരുടെ ഹൃദയത്തിലേക്ക്, തങ്ങൾ ഈ ലോകത്തിന്റെ ഹൃദയത്തിലേക്ക്, വിശ്വാസികളുടെ ഹൃദയത്തിലൊക്കെ പലപ്പോഴും അതിങ്ങനെ പലരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, തങ്ങൾ ആരുമില്ലാത്തവരാണ് എന്നൊരു എന്താ പറയുക, ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത വ്യക്തികളാണ്, ദൈവത്തിന് സ്വീകാര്യരായിട്ടുള്ള വ്യക്തികളല്ല നമ്മൾ ആരുമില്ലാത്തവരാണ്, പിന്നെ എന്താ, ഞാൻ എന്നെക്കൊണ്ട് കൊള്ളാത്തവനാണ്, ഞാൻ എന്നെക്കൊണ്ട് ഒന്നും കൊള്ളാത്തവനാണ്, ഞാൻ ആർക്കും സ്വീകാര്യനല്ല എന്നൊക്കെ ഒരു രീതിയിൽ ഒരു തോന്നലിലേക്ക് നമ്മളെ ലോ സെൽഫ് എസ്റ്റീം ആക്കി മാറ്റുന്ന, അല്ലെങ്കിൽ നമ്മളുടെ റിയൽ ആയിട്ടുള്ള ഐഡന്റിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യത്തക്ക രീതിയിലുള്ള, അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഐഡന്റിറ്റിയെ നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു ഓർഫൻ സ്പിരിറ്റ്, ഓർഫൻ സ്പിരിറ്റ് എന്നുള്ള കാര്യം മനുഷ്യരുടെ ഇടയിൽ എല്ലാം എന്താ പറയുക ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ദൈവത്തിലേക്ക് തിരിയാത്ത സമയത്ത് തിരിയാതെ പല ആൾക്കാരും സ്വന്തം ജീവിതം തന്നെ എന്താ പറയുക ആത്മഹത്യ വഴിയൊക്കെ നശിപ്പിച്ച് കളയുന്നതിന്റെ കാര്യം അതല്ല. കാരണം എന്ന് വെച്ചാൽ ദൈവം മനുഷ്യവർഗത്തെ സ്വീകരിക്കത്തില്ല, അല്ലെങ്കിൽ ദൈവമില്ല, ദൈവത്തിന് കരുണയില്ലാത്തവനാണ്, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലേക്ക് പിശാചും മനുഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കുകയും ഹൃദയത്തിന്റെ കണ്ണിനെ അടച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഒരു ഓർഫൻ സ്പിരിറ്റ്, അപ്പൊ അത് സ്റ്റാർട്ടായിരിക്കുന്നത് ഗാർഡൻ ഓഫ് ഈഡനിൽ വെച്ച് തന്നെയാണ് അല്ലെ. എന്താ പറയുക, ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ സംഭവിച്ച കാര്യമാണ്. നമുക്കറിയാം, ആദവും ഈവും പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെ കണ്ണുകൾ തുറന്നു വെച്ചപ്പോൾ അവർ നഗ്നരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പാപത്തിന്റെ ഫലമായിട്ട് അപ്പൊ ഉടനെ തന്നെ അവര് മരത്തിന്റെ മറയിൽ പോയി നിൽക്കുകയും ഫിഗിന്റെ അത്തിന്റെ എന്താ ലീഫ് കൊണ്ട് അവര് തന്നെ എന്താ പറയാ അവർക്ക് വസ്ത്രം ഉണ്ടാക്കുകയും അവര് എന്താ പറയാ അവരുടെ നഗ്നത മറയ്ക്കുകയും ചെയ്യുന്നു. അവർ തന്നെ സ്വന്തമായിട്ടുള്ള അവരുടെ പ്രോബ്ലം, അവരുണ്ടാക്കിയ പ്രോബ്ലം അല്ല, അവർ തന്നെ അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നു. അവിടെ കൊണ്ട് തന്നെ കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാപം എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ദൈവവുമായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള അടുപ്പം നഷ്ടപ്പെട്ടു പോവുക ചെയ്യുന്നു അല്ലെ. അപ്പൊ ഈ ഓർഫൻ സ്പിരിറ്റ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധമില്ലായ്ക സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കറിയാം. ദൈവവുമായിട്ടുള്ള ഒരു എന്താ അടുപ്പം നഷ്ടപ്പെട്ടു പോയത് ഗാർഡൻ ഓഫ് ഈഡൻ വെച്ച് തന്നെ, അത് അവിടെ തൊട്ട് തുടങ്ങിയ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, നമ്മളെ ലോകാരംഭത്തിന് മുമ്പേ തന്നെ അല്ലെ നമ്മളെ കണ്ടതാണ്, നമ്മൾ യേശുക്രിസ്തു നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നതാണെന്ന് എഫേസ്യർക്ക് ലേഖനത്തിൽ 1-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ദൈവം നമ്മളെ കണ്ടതാണ്, ദൈവത്തിന്റെ നമ്മൾ മക്കളാണെന്നും
പിന്നെ എന്താ പറയുക, നമ്മള് ദൈവത്തിന്റെ മക്കളാക്കി യേശുവിൽ നമ്മളെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യവും, പിതാവ് നമ്മുടെ പിതാവാണെന്നുള്ള കാര്യം, പിതാവ് എന്നുള്ള കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ദൈവം പറയുന്നതിന്റെ കാര്യം ഇതാ അല്ലെ. അപ്പോ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇതപ്പോ നമുക്ക് പിതാവാണ് നമ്മളുടെ എന്നുള്ള യേശു നമ്മുടെ പിതാവാണ്, നമ്മുടെ സൃഷ്ടാവാണ്, നമ്മൾ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്ന യേശുവിൽ നിന്നാണെന്നും നമ്മുടെ അവസാനം അവനിലാണെന്നും നമുക്ക് അവനോടൊപ്പം തന്നെ നമ്മള് പിതാവിൽ മറിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യമെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോഴാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എൻ ടൈം റിവൈവലിനെ പറ്റി പറയുന്നത്. അപ്പൊ എൻ ടൈം റിവൈവൽ വരുമ്പോൾ ശരിക്കും നടക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിലേക്ക് യേശുക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളെ ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾക്ക് അന്നില്ലാത്തൊരു ബന്ധത്തിലേക്ക് അല്ലെ, പിതാവുമായിട്ടൊരു ബന്ധത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുക ചെയ്തിരിക്കുന്നത് അല്ലെ. അന്ന് വരെ നമുക്ക് തോന്നാവുന്ന ബന്ധം, അന്ന് വരെ നമ്മള് ദൈവത്തിന്റെ ശത്രുക്കളായി നിന്ന വ്യക്തികൾ പിന്നെ പെട്ടെന്ന് തന്നെ ദൈവത്തിന്റെ മക്കളായി തീരുന്നു അല്ലെ. അപ്പൊ ആ ഒരു റെക്കൺസിലിയേഷൻ അല്ലെ, ഒരു കൂട്ടിയോജിച്ച് തിരിച്ചു വരുന്നു അല്ലെ, ഒരു കൂട്ടായ്മ, അതിനെപ്പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇവിടെ ഇങ്ങനെ മലക്കിൽ പറയുന്നത്. അവസാനത്തെ സമയത്ത് ഞാൻ എൻ്റെ മെസ്സഞ്ചറായിട്ടുള്ള എലൈജാനെ വിടുന്നു, അദ്ദേഹം വഴി അല്ലെ എന്താ പറയാ, പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും ട്രാൻസ്ഫോം അല്ല ടേൺ ചെയ്യുന്ന ഒരു സമയം വരുന്നു എന്ന് പറയുന്നത് പറഞ്ഞിരിക്കുന്നത് എൻ ടൈം റിവൈവലിനെ പറ്റി. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹോളി സ്പിരിറ്റ് ഗോഡ് ഇല്ലെങ്കിൽ സമാധാനം ഉണ്ടാകത്തില്ല. ഹോളി സ്പിരിറ്റ് ഗോഡ് ഇല്ലെങ്കിൽ നമുക്ക് സ്നേഹം ഉണ്ടാകത്തില്ല. ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ ആ സ്നേഹത്തിൽ, ദൈവത്തിന്റെ ആ കരുണയിൽ, ദൈവത്തിന്റെ സ്വഭാവത്തിൽ നമുക്ക് ഒരിക്കൽ പോലും നമുക്ക് എന്താ പറയാ ജീവിക്കാൻ സാധിക്കത്തില്ല. അത് നമുക്ക് ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ അതേ സമയത്ത് ഒന്ന് വിചാരിച്ചു നോക്കിയേ, ജോണും പീറ്ററും ജെയിംസും എല്ലാം കണ്ടതാണ് യേശുക്രിസ്തുവിന്റെ ട്രാൻസ്ഫിഗറേഷനും യേശുക്രിസ്തുവിന്റെ എന്താ പറയാ മലമുകളിലെ അല്ലെ ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങളെല്ലാം കണ്ടതാണ്. പക്ഷെ എന്നിട്ടും കൂടെ വളരെ ഈസി ആയിരുന്നു പീറ്ററിനൊക്കെ യേശുക്രിസ്തു തള്ളി പറയും. പക്ഷെ ഹോളി സ്പിരിറ്റ് ഗോഡ് വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പീറ്ററൊക്കെ സ്വന്തം ജീവൻ കൊടുക്കാൻ വേണ്ടി തയ്യാറാ അല്ലെ. ജീവൻ കൊടുത്ത് പീറ്ററിനെ കൊല്ലുമായിരുന്നില്ല, ജോണിനൊഴികെ ബാക്കി എല്ലാ അപ്പോസ്തലന്മാരെ കൊല്ലുകയാണ് ചെയ്തിരുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് അവർ ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടു. കാര്യം എന്താ വെച്ചാൽ ഹോളി സ്പിരിറ്റ് ഗോഡ് വന്നതിനെ കൊണ്ട് അല്ലെ. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡ് വരുമ്പോഴാണ് റിയൽ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പൊ അതിനെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു എൻ ടൈം റിവൈവലിനെ പറ്റി, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ലോകത്തുള്ള വരവിനെ പറ്റിയാണ് ഈ മാലാഖിക്കകത്ത് ദൈവം എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ, അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി മാസ്റ്റർ. ഹോളി സ്പിരിറ്റ് ഗോഡ് കൊണ്ട് ഞങ്ങളെ സീൽ ചെയ്യുന്നതിനായിട്ടും ഞങ്ങളെ ഹോളി സ്പിരിറ്റ് ഗോഡ് സ്വീകരിച്ചതിനായിട്ടും ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ വാസസ്ഥലമാക്കി തീർത്തതിനായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഞങ്ങൾ സാങ്ക്ടിഫൈ ചെയ്തതിനായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തിന് എല്ലാ വിധത്തിലുള്ള മഹത്വം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിന് ആമേൻ. കേട്ട നന്ദി, ദൈവത്തിനകത്ത് മഹത്വം ഉണ്ടാകട്ടെ.